അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിളവെടുത്ത പുതിയ പച്ചക്കറികൾ പാകം ചെയ്ത് നാസ ശാസ്ത്രജ്ഞനും മലയാളിയുമായ അനിൽ മേനോൻ. ഭാവിയിലെ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള നാസയുടെ പരീക്ഷണങ്ങളുടെ ഭാഗമായാണ് ഈ നേട്ടം. സഹ ബഹിരാകാശ യാത്രികയായ ജെസിക്ക മേയർക്കൊപ്പം കേൽ, വാസംബി മസ്റ്റാർഡ് ഗ്രീൻസ് എന്നിവ വിളവെടുക്കുന്നതിന്റെയും ഭക്ഷണം തയ്യാറാക്കുന്നതിന്റെയും വീഡിയോ അനിൽ മേനോൻ എക്സിൽ പങ്കുവച്ചു. നാസയുടെ പ്രത്യേക വെജ്ജി പ്ലാന്റ് ഗ്രോത്ത് ചേംബറിൽ 1 മാസത്തോളം പരിചരിച്ചാണ് ഈ പച്ചക്കറികൾ വളർത്തിയെടുത്തത്. ISSൽ 1 മാസം എടുത്ത് വളർത്തിയ കേലും വാസംബി മസ്റ്റാർഡും ഉപയോഗിച്ച് ലളിതവും രുചികരവുമായ ഭക്ഷണമാണ് ഞങ്ങൾ തയ്യാറാക്കിയത്. ഇതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച വിഭവമാണിതെന്ന് അനിൽ മേനോൻ കുറിച്ചു. അതോടൊപ്പം ദി മാർഷ്യൻ സിനിമയിലെ കഥാപാത്രമായ മാർക്ക് വാട്നിക്ക് ഇതിൽ അഭിമാനം തോന്നുമെന്നും അദ്ദേഹം കുറിച്ചു. മാസങ്ങളോ വർഷങ്ങളോ നീളുന്ന ബഹിരാകാശ യാത്രകളിൽ പാക്ക് ചെയ്ത ഭക്ഷണത്തിന് പുറമെ പുതിയ പച്ചക്കറികൾ നൽകുന്നത് യാത്രികർക്ക് കൂടുതൽ പോഷകങ്ങളും മാനസിക ഉന്മേഷവും നൽകും. ബഹിരാകാശത്ത് തന്നെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഭൂമിയിൽ നിന്ന് എത്തിക്കേണ്ട വിഭവങ്ങളുടെ അളവ് കുറയ്ക്കും. പൂജ്യത്തോടടുത്ത ഗുരുത്വാകർഷണ അന്തരീക്ഷത്തിൽ ചെടികളുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഇത് സഹായകരമാകും. അതോടൊപ്പം അനിലും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സോഫി അഡെനോയും ചൊവ്വാഴ്ച ബഹിരാകാശത്ത് നടന്നു. ആന്റിന മാറ്റിസ്ഥാപിക്കാനുള്ള ദൗത്യവുമായാണ് ഇരുവരും നിലയത്തിനും പുറത്തിറങ്ങിയത്. സോഫിയുടെ ആദ്യ സ്പേസ് വോക്കും അനിലിന്റെ രണ്ടാമത്തേതുമാണ്.